പിതാവേ, ശാന്തിക്കും തൊമ്മനും മേരിക്കുട്ടിക്കും ജോസഫിനും നിന്നെ അറിഞ്ഞുകൂടാ, ഞാനോ നിന്നെ അറിയുന്നു. ക്രിസ്തു അപ്പനെ അറിയുന്നു, ദൈവപുത്രൻ അപ്പനെ അറിയുന്നു. ആ അപ്പനെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നു. എന്തിനാ? നിന്നെ കാത്തിരിക്കുന്നു ഒരപ്പനുണ്ടെന്നും നീയുമായി ഒന്നാകാൻ കൊതിക്കുന്ന ഒരപ്പനുണ്ടെന്നും ആ അപ്പനുമായി നിന്നെ ഒന്നാക്കി തീർക്കുവാൻ ആ അപ്പനെ കുറിച്ച് എനിക്കും നിങ്ങൾക്കും വെളിപ്പെടുത്തി തരികയാണ്. മക്കളെ, ഇങ്ങനൊരു അപ്പനുണ്ട്. മക്കളെ, ഇങ്ങനൊരു അപ്പനുണ്ട്. ആ അപ്പനിലേക്ക് നിങ്ങൾ ഒന്നായി തീരണം. ഹല്ലേലൂയ. അപ്പോൾ ശത്രുവാകുന്ന പിശാച് ഇവിടെ എന്ത് ചെയ്യും? ഇതറിയിക്കുമ്പോൾ ഈ സന്ദേശം, യേശു ക്രിസ്തു അറിയിക്കുന്ന ഈ സന്ദേശം നമ്മൾ അറിയാതിരിപ്പാൻ അവൻ ശ്രദ്ധിക്കും. പകരം യേശുവിൻ്റെ പേരിൽ ഒരു മതം ഉണ്ടാക്കാൻ മാത്രം അവൻ ഒതുക്കിക്കളയും നമ്മളെ. യേശു പറഞ്ഞ ഉപദേശം, ദൈവത്തിൻ്റെ വചനം പറഞ്ഞ, ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിൽക്കാത്ത ഒരുവനും ദൈവമില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇന്നത്തെ ക്രിസ്ത്യാനികൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവർക്ക് ക്രിസ്തുവിൻ്റെ ഉപദേശം എന്നാന്ന് അറിയത്തില്ല. ബഹുഭൂരിപക്ഷത്തിനും. ആരോടും ചോദിക്കാമോ എന്താ ക്രിസ്തുവിൻ്റെ ഉപദേശം? 3.5 വർഷം ക്രിസ്തു എന്ത് ഉപദേശമാണ് പറഞ്ഞതെന്ന് ഒരു ക്രിസ്ത്യാനിയോട് ചോദിച്ചാൽ ഞാൻ ചിന്തിക്കുന്നു ഒരു 98% കറക്റ്റായിട്ട് ഉത്തരം പറയില്ല. എന്തായിരുന്നു 3.5 വർഷം ക്രിസ്തുവിൻ്റെ ഉപദേശം? ദൈവത്തിൻ്റെ വചനം പറഞ്ഞ ക്രിസ്തുവിൻ്റെ ഉപദേശം നിൽക്കാത്തവന് ദൈവമില്ല. ക്രിസ്തുവിൻ്റെ പേരിൽ അവർ അറിയപ്പെടും, പക്ഷെ ക്രിസ്തുവിൻ്റെ ഉപദേശം നിൽക്കാത്തവന് ദൈവമില്ല. അതാണ് മത്തായി 21, 22, 23 എല്ലാ ക്രിസ്തീയ ദൈവദാസന്മാരെയും എല്ലാ വീണ്ടും ജനിച്ചവരെയും, അതായത് യേശുവിനെ കർത്താവായി സ്വീകരിച്ചവരെയും കർത്താവ് പറയാ, ഗെറ്റ് ഔട്ട്, ഞാൻ ഒരു കാലത്ത് നിങ്ങളെ അറിഞ്ഞിട്ടില്ല. ഇത് കണ്ടിട്ടും ആളുകളുടെ കണ്ണ് തുറന്നിട്ടില്ല. എല്ലാവരും യേശുവിനെ കർത്താവായി സ്വീകരിച്ചവരാ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ശുശ്രൂഷ ചെയ്തവരാ. എന്നിട്ട് എന്തിയെ കർത്താവരെ സ്വീകരിക്കാഞ്ഞേ? കർത്താവ് ഒറ്റ കാര്യം അവരോട് പറഞ്ഞു, എന്നെ കർത്താവേ കർത്താവ് എന്ന് പറഞ്ഞാലൊന്നും സ്വർഗ്ഗരാജ്യത്തിൽ കയറാൻ പറ്റില്ല. ആരായി പറഞ്ഞേ? ഇന്നലെയും ഇന്നും നാളെയും അനന്യനായ ക്രിസ്തു. എന്നെ കർത്താവേ കർത്താവേ എന്ന് പറഞ്ഞതുകൊണ്ടൊന്നും സ്വർഗ്ഗരാജ്യത്തിൽ കയറാൻ പറ്റില്ല. പകരം ക്രിസ്തു പറയാ, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനെ സ്വർഗ്ഗരാജ്യത്തിൽ കിടക്കൂ. എന്തായിരുന്നു ക്രിസ്തുവിൻ്റെ ഉപദേശം? ഈ പിതാവിൻ്റെ ഇഷ്ടമായിരുന്നു. 3.5 വർഷവും പറഞ്ഞത് പിതാവിൻ്റെ ഇഷ്ടമായിരുന്നു. എൻ്റെ മക്കളെ, നിങ്ങളുടെ ഏത് വിഷയമുണ്ടോ അതിലെല്ലാം നിങ്ങൾക്ക് ജയം തരുന്ന സംഭവമാണ് ഈ പിതാവിൻ്റെ ഇഷ്ടം. നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ